രാവിലെ എണീറ്റപ്പോഴേ അടുക്കളയൊക്കെ വല്ലാത്തൊരു കോലത്തിലായിരുന്നേ. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നിവിടെ ഭയങ്കര ക്ലീനിങ്ങും കാര്യമൊക്കെ ആണെന്ന്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ റമദാൻ മാസമല്ലേ വരുന്നത്, അതിന് മുന്നോടിയായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം ക്ലീനിങ് ഒരു വശത്തൂടെ നടക്കുന്നുണ്ട്. ഇന്ന് ക്ലീനിങ് നടന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അതിനു വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ബീഫാണ് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കറി വയ്ക്കാമെന്ന്. അപ്പം ഒരു ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് കറി വയ്ക്കുന്നത്. കാരണം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ജോലി കഴിയണമല്ലോ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ കുക്കറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചില്ലി പേസ്റ്റൊക്കെ കൂടെ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് അതിൽ തന്നെ ബീഫും കൂടെ ഇട്ടെടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇപ്പം നമ്മൾ എണ്ണ ഒഴിക്കേണ്ട കേട്ടോ. വേവാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കുക്കർ മൂടി വെച്ച് അനുസരിച്ചുള്ള വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് വെന്ത് വരുമ്പോഴത്തേനും അതങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരണം എത്രയാണോ അതുപോലെ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു സംഭവമാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നമ്മുടെ ജോലി പെട്ടെന്ന് കഴിയും. ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനെയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ നോൺ സ്റ്റിക്ക് പാനിൽ എന്തിനാ സ്റ്റീൽ കറണ്ടി യൂസ് ആക്കുന്നതെന്ന് ചോദിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. വുഡൻ്റെ സ്പൂണ് അലിയെടുത്ത് കളിക്കാൻ വേണ്ടി കൊണ്ടുപോകും. പിന്നെ എവിടെയാണ് കൊണ്ടിടുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മൂത്ത് വരും. അതിലൂടെ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ, നല്ലൊരു മണമാണ്. ഇനിയൊന്നുമില്ല, ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ബീഫ് വേവിച്ച് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ഇതിൽ കൂടെ കുറച്ചൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ബീഫും വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ആഡാക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ കറി റെഡിയാവും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അപ്പോൾ കറിയൊക്കെ വെച്ചിട്ട് നേരെ ഹാളിലോട്ട് പോയപ്പോഴത്തേനുമാണ് ഹാള് കിടക്കുന്ന കോലം കണ്ട. ഇതൊക്കെ അലിയുടെ പരിപാടിയാണ്. അലി 5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഒരു ടോയ്സ് തിരക്കുന്നതായിരിക്കും. വീടും പരിസരവും മൊത്തം ഒരു പാടാക്കിയിടും. പിന്നെ അത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഫുഡി ഫൈസി വന്നിട്ട് അലിയെ വിളിച്ച് നമുക്ക് മുടി വെട്ടാൻ പോവാന്ന്. അങ്ങനെ അവർ മുടി വെട്ടാൻ പോയപ്പോഴത്തേനും ഞാനും വരുന്നതെന്നും പറഞ്ഞ് ഒറ്റ ഓട്ടം. വേറെ ആരുമല്ല, ഞാൻ തന്നെ. അങ്ങനെ ഞാനും കൂടെ അവരുടെ കൂടെ ഓടി പോയി. നമ്മൾ കുറച്ച് നേരം കറങ്ങിയിട്ട് ഫസ്റ്റ് ഒരു ഷോപ്പിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. ഈ തിരക്കുള്ള ഷോപ്പുകളിലൊന്നും അലിയെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഒരു 10-15 മിനിറ്റൊക്കെ മിണ്ടാതിരിക്കും. അത് കഴിയുമ്പോഴത്തേനും അത് വേണം ഇത് വേണം പോകണം ഇവിടെ ഇരിക്കണ്ട, ഭയങ്കര ബഹളമാവും. പിന്നെ ഈ ഫുഡി ഫൈസിയും അലിയും കൂടെ ഒരു യുദ്ധമാവും. അപ്പം അതിൻ്റെ ഒന്നും ഒരു അവസരമുണ്ടാക്കാതെ വേറൊരു ഷോപ്പിലോട്ട് പോയി. അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വാപ്പിയും മോനും ഭയങ്കര തർക്കത്തിലും കാര്യത്തിലുമാണ്. വാപ്പി ഇങ്ങനെ വെട്ടണം അങ്ങനെ വെട്ടണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അലി മിണ്ടാതെ കുറച്ച് നേരമൊക്കെ ഇരിക്കും. പിന്നെ അലിക്ക് കൊച്ചു പിള്ളേരല്ലേ, എല്ലാവരും അങ്ങനെ തന്നെ. അങ്ങനെ മുടി വെട്ടുന്ന തിരക്കിലാണ്. വാപ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് വെട്ടുന്നത്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ലല്ലോ വെട്ടുന്നത്. എന്നിട്ട് ഓരോ സൈഡ് മിനിറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എന്നിട്ട് വാപ്പായും മോനും കൂടെ അവിടെ തർക്കമാണ്. അലി പറയുക മതി പോവാം. വാപ്പി പറയുന്നില്ല ശരിയായില്ല, കുറച്ചുകൂടെ വേണമെന്ന്. അപ്പം മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവേണ്ട കേട്ടോ. വാപ്പി നോക്കിയിട്ടും വാപ്പിക്ക് ഒരു തൃപ്തി വരുന്നില്ല. അങ്ങനെ വീട്ടിലോട്ട് പോയി ക്ലീൻ ചെയ്തതൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ്. ഒരാവശ്യമില്ല, ഒരു 10-15 മിനിറ്റൊക്കെ ഇങ്ങനെ കിടക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും എൻ്റെ അലി പിന്നെ അതൊക്കെ ശരിയാക്കിക്കോളും. പിന്നെ ഈ സൈഡിൽ ഈ വെച്ചിരിക്കുന്ന ചാക്ക് കെട്ട് എന്തെന്ന് വിചാരിക്കും. വേറൊന്നുമല്ല, ഫുഡി ഫൈസിയുടെ ഷോപ്പിലെ കാര്യങ്ങളാണ്.
ഇതൊക്കെ കഴിഞ്ഞ് വീടെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ 5 മണിയായേ. 5 മണിയായപ്പോഴത്തേനാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. നല്ല ചോറും ബീഫ് കറിയും മോര് കറിയും നല്ല നെല്ലിക്ക അച്ചാറും കൂടെ വാവുമായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഓക്കെ, ബൈ.